ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിൽ കാര്യമായ മാറ്റങ്ങൾ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബ്രസീലിന്റെ ആരാധകർ ഉള്ളത്. കാർലോ ആഞ്ചലോട്ടി അടുത്ത കോപ്പ അമേരിക്ക ആവുമ്പോഴേക്കും ടീമിനെ സെറ്റാക്കിയെടുക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. നേരത്തെ കക്ക ബ്രസീലിന്റെ ഒരു കോച്ചിങ് സ്റ്റാഫ് ആയിക്കൊണ്ട് വരും എന്നുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് നടക്കാതെ പോയി. കാർലോ ആഞ്ചലോട്ടിയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് കക്ക. ഇപ്പോഴത്തെ ബ്രസീലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കക്ക സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്രസീൽ പിറകോട്ട് സഞ്ചരിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു അഴിച്ചുപണി ആവശ്യമാണ്. അടുത്ത 4 വർഷം നമുക്ക് സമയമുണ്ട്. അതിനുള്ളിൽ ബ്രസീലിന്റെ ആ ഒരു പഴയ DNA നമുക്ക് തിരികെ പിടിക്കേണ്ടതുണ്ട്. യൂത്ത് താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കക്ക പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ ബ്രസീൽ പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ നമുക്ക് അത് മനസ്സിലായി കാണും. ഈ വേൾഡ് കപ്പ് അതിന്റെ സൂചനകളാണ് നമുക്ക് നൽകിയത്. അടുത്ത വേൾഡ് കപ്പ് വരെ ഇനി നമുക്ക് 4 വർഷം സമയമുണ്ട്. ഇനി നമ്മളൊരു ലോങ് ടേം പ്രൊജക്റ്റ് തയ്യാറാക്കണം. യൂത്ത് ടീമിലെ താരങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കണം. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു പ്രൊജക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ബ്രസീലിന്റെ പഴയ DNA നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. അത് തിരികെ കൊണ്ടുവരണം. ഇതാണ് കക്ക പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വേൾഡ് കപ്പ് കളിച്ച ടീമുമായി നമുക്ക് അധികമൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. പുതിയ ഒരു പ്രൊജക്റ്റ് ആവശ്യമാണ്. യൂത്ത് കാറ്റഗറിയിലെ താരങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ലോങ് ടേം പ്രൊജക്റ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ യുവതാരങ്ങളെ പരിഗണിക്കണം എന്നുള്ള ഒരു അഡ്വൈസ് ആണ് കക്ക ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് തന്നെ കാർലോ ആഞ്ചലോട്ടി നടപ്പിൽ വരുത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ബ്രസീലിയൻ ലീഗിലും അതുപോലെ തന്നെ മറ്റുള്ള ലീഗിലും ഒക്കെ മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരുപാട് ബ്രസീലിയൻ പ്രതിഭകളുണ്ട്. അവരെല്ലാം കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കും എന്നാണ് ഇപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.